ഹായ് ഫ്രണ്ട്സ്, ഷെയ്ഡ്സ് ഓഫ് ഹോബിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാൻ പോട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ ഐഡിയാസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വെറൈറ്റി അല്ലെങ്കിൽ യുണീക്ക് ഹാങ്ങിങ് പ്ലാൻ പോട്ട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് നമുക്ക് മോൾഡായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ബലൂണാണ്. ബലൂൺ വെച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഐഡിയ ചെയ്തിരുന്നു, നമ്മുടെ ഒരു ബേർഡ് ഫീഡർ. അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഞാൻ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് വീണ്ടും നമ്മൾ ബലൂൺ വെച്ചാണ് ചെയ്യുന്നത്. അന്ന് നമ്മൾ ബേർഡ് ഫീഡർ ഉണ്ടാക്കിയ ആ സെയിം മെത്തേഡ് വെച്ച് വേണമെങ്കിലും ഇത് ചെയ്യാം. ഞാനിന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ബലൂൺ. ഇനി ബലൂണിൻ്റെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ, ഇത് ഓപ്പണിംഗ് ആയിരിക്കും, അതേസമയം ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം രണ്ട് സൈഡിലും നമുക്ക് ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ. അപ്പം അത് ഒരേപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പേപ്പറിൽ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് റഫായിട്ടൊന്ന് വരച്ചെടുക്കാം. നമുക്കൊരു റഫ് ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് ഈ പേപ്പർ. അപ്പം ഇതിവിടെയും വെക്കാം, ഇവിടെയും വെക്കാം. എന്നിട്ട് നമുക്കത് മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് ലീവ് ചെയ്യും, ബാക്കി മൊത്തം ഏരിയ കവർ ചെയ്യും. അപ്പം ഇത് അഗെയിൻ ഇനിയിപ്പം ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇച്ചിരി സിമെന്റിന്റെ മിക്സ് ഇങ്ങനെ പൊത്തി വേണമെങ്കിലും ഉണ്ടാക്കാം. അതിനുശേഷം അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ബലൂൺ പൊട്ടിച്ച് കളഞ്ഞിട്ട് അത് എടുക്കാൻ പറ്റും. പക്ഷെ അതിന് എത്രത്തോളം സ്റ്റേർഡിനെസ് ഉണ്ടാകുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് അഗെയിൻ ക്ലോത്ത് നമ്മളൊന്ന് ചുറ്റുന്നുണ്ട്, അതിന് മുകളിൽ വീണ്ടും ക്ലോത്ത് ഒട്ടിച്ചാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി സ്റ്റോറി ആയിരിക്കും. കാരണം നമുക്കിതിനകത്ത് നമ്മൾ മണ്ണിടുന്നുണ്ട്, ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കാറുണ്ട്, മുകളിൽ നിന്ന് പൊട്ടി താഴെ വീഴാൻ പാടില്ല. ആ ഒരു ഐഡിയയിലാണ് ഞാൻ ഇന്നത്തെ ഈ മെത്തേഡ് ട്രൈ ചെയ്യുന്നത്. ഒപ്പം നമ്മൾ വെക്കാൻ പോകുന്ന ചെടിക്ക് എത്രത്തോളം മണ്ണ് വേണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം ബേസ് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒത്തിരി മണ്ണൊന്നും വേണ്ടാത്ത ടൈപ്പ് ചെടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ബേസ് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ഫുൾ ബേസ് ഉള്ളതുകൊണ്ട് ഉള്ളിൽ അത്യാവശ്യം മണ്ണ് കിടക്കും. അതേസമയം നിങ്ങൾക്ക് ഇത്രയും പോരാന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് ഈ ഒരു പരുവത്തിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് താഴേക്ക് വലിപ്പം കൂടും. അപ്പം നിങ്ങളുടെ ചട്ടിക്ക് എത്രത്തോളം ബേസ് വേണം, എത്രത്തോളം മണ്ണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇടണം, അല്ലെങ്കിൽ ആ ചെടിക്ക് എത്രത്തോളം വേരുണ്ടാവും, അതിനനുസരിച്ച് നമ്മുടെ ചട്ടി ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇത് അഗെയിൻ എല്ലാത്തോടെ ഞാൻ പറയുന്നത് ഒരു മെത്തേഡ് മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഡെഫിനറ്റ്ലി ഇത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കണം. ഓക്കെ, ഇനി വേണ്ട സാധനം ഒരു ക്ലോത്ത്, ഒപ്പം കുറേ കുഞ്ഞായിട്ട് മുറിച്ചേക്കുന്ന ക്ലോത്ത്. അപ്പം ഈ ഒരു ക്ലോത്തിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട. ആകെ ഞാൻ ചെയ്യുന്നത് നമുക്ക് മുകളിൽ തൂക്കാനായിട്ടൊരു ഹോൾ വേണം അല്ലേ. അപ്പം ഞാൻ ക്ലോത്തിൻ്റെ രണ്ടറ്റത്ത് ഓരോ ഹോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ഈ ബലൂണിൻ്റെ ഈ പാർട്ടിൽ ഇങ്ങനെ കയറ്റി വെച്ചു. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുത്ത് അതിൻ്റെ നെക്സ്റ്റ് അറ്റം ഇവിടെ വീണ്ടും കയറ്റി വെക്കണം. അപ്പം ഇതായിരിക്കും നമ്മുടെ ഹോള്. ഒപ്പം നിങ്ങൾക്ക് കാണാം, നമ്മളിത് ചുറ്റും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു ഫുൾ റൗണ്ട് കണക്ഷൻ ആവും അല്ലേ. ഇതിന് ശേഷം സിമെന്റിൽ മുക്കി നമ്മൾ ഈ കുഞ്ഞു ക്ലോത്ത് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. എഗെയിൻ ഇത് ഓപ്ഷണലാണ്. നമുക്കിപ്പം ഇത് നല്ലപോലെ അന്ന് ആ ബേർഡ് ഫീഡർ ഉണ്ടാക്കിയപ്പോൾ ചെയ്ത പോലെ നമുക്ക് ഈ ഫുൾ സൈസിൽ ക്ലോത്ത് തന്നെ ചെയ്യാം. അപ്പം ഇനി നമുക്കിത് ആദ്യം എടുത്ത് സിമെന്റിൽ മുക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബലൂണിൽ ഇങ്ങനെ ഇടാനായിട്ട്. അപ്പം ഞാനിവിടെ സിമെന്റും വെള്ളവും കലക്കി ഒരു മിക്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല, സിമെന്റും വെള്ളവും മാത്രമാണ്. ഇനി എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കൈ പ്രൊട്ടക്ട് ചെയ്യുക, വർക്ക് ഏരിയ പ്രൊട്ടക്ട് ചെയ്യുക. ഇത് അത്യാവശ്യം മെസ്സി പ്രൊജക്റ്റ് ആണ്, കൈ പൊള്ളിക്കരുത്. നമ്മുടെ ഏരിയയും ചീത്തയാവാതെ ശ്രദ്ധിക്കുക. ഇനി ബാക്കി വളരെ എളുപ്പമാണ്. ഇത് ജസ്റ്റ് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നു. അപ്പം എടുക്കുന്ന ക്ലോത്ത് നല്ല അബ്സോർബൻ ക്ലോത്ത് ആയിരിക്കണം. നമ്മുടെ ചാക്കൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്, ജൂട്ടിൻ്റെ ചാക്കുണ്ടെങ്കിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ ക്ലോത്ത് ആണെങ്കിലും മതി, അത്യാവശ്യം നല്ലപോലെ വെള്ളം പിടിക്കുന്ന കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ. കാരണം ഇത് ഹാങ്ങിങ് പോട്ടാണ്, നമുക്കിത് ഒത്തിരി വെയിറ്റ് കയറ്റണ്ട. വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം
ഇത് പൊട്ടിപ്പോകരുത്. അപ്പം അതിനനുസരിച്ചുള്ള ഒത്തിരി ഹെവി ആവാത്ത ടൈപ്പ് മെറ്റീരിയൽ എടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ബലൂണിലേക്ക് ഇടുക. ഓക്കെ, നമ്മൾ ഒരറ്റം ചെയ്തു. ഇനി നമ്മൾ സിമെൻറ്റ് മുക്കിയ ക്ലോത്ത് നേരത്തെ കാണിച്ച പോലെ അപ്പുറത്തെ സൈഡും കൊണ്ടിടുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഒത്തിരി എക്സ്ട്രാ ഒക്കെ പറ്റിയിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കളയുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിന് അതിനനുസരിച്ചുള്ള ഫിനിഷിങ് കിട്ടും. ഇൻസൈഡ് ഔട്ട്സൈഡ് നമ്മളിനി വേറെ ഒട്ടിക്കാനുള്ളതായത് കൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ബട്ടൺസ് ഒക്കെ ഇടില്ല, അതുപോലെ ബട്ടൺ ഹോളിൽ കൂടെ ബട്ടൺസ് ഇടുന്ന പോലെയാണ്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ നേരത്തെ വരച്ചത് കാണാൻ വേണ്ടിയിട്ട് ബലൂൺ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ചുളുങ്ങിയൊക്കെ നിൽപ്പുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒട്ടിച്ചു തുടങ്ങാം. നമുക്ക് വേണമെങ്കിൽ ബേസിൽ നിന്ന് ഒട്ടിക്കാം. ഇനിയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. നമ്മൾ ക്ലോത്ത്സ് എടുത്തിട്ട് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സ്റ്റേർഡിനെസ് കൂടും. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഓപ്പണിംഗ് പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ ആദ്യം അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അത് സ്റ്റേഡി ആവുക. ഇത് പരസ്പരം ജോയിൻ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ പെൻ വെച്ച് മാർക്ക് ചെയ്തിരുന്നില്ലേ, അവിടെയൊക്കെ എത്തുമ്പം ആ മാർക്കിംഗ് നല്ല രീതിയിൽ ഫോളോ ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മൊത്തം ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ സൈഡ് കുറച്ച് ഒട്ടിച്ചു, ഇനി ബാക്ക് സൈഡോട് ഒട്ടിക്കുമ്പോഴത്തേക്കും ഇത് ഏകദേശം ഒന്ന് സെറ്റ് ആവും. എന്നിട്ട് തിരിച്ചു വെച്ചിട്ട് നമ്മൾ മുകളും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ദിവസം ഇത് ഫുള്ളി സെറ്റ് ആവാനായിട്ട് ലീവ് ചെയ്യുക. നല്ലപോലെ വെള്ളം നനച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പം ഇനി ഇത് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ബലൂൺ കട്ട് ചെയ്ത് എടുക്കുന്നത് കാണാം. അങ്ങനെ നമ്മുടെ പോട്ട് 2 ദിവസം കഴിഞ്ഞു. നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്, നല്ല സ്റ്റേഡിയുമാണ്. ഇൻ കേസ് നിങ്ങളുടെ സ്റ്റേഡി അല്ലെങ്കിൽ വീണ്ടും ഒരു കോട്ട് സിമെന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒപ്പം ഉള്ളിലും തേച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഉള്ളിലൊക്കെ നല്ല ഫിനിഷിങ് ഇല്ല എങ്കിൽ നമുക്ക് വീണ്ടും അവിടെ സിമെന്റ് തൂക്കാൻ പറ്റും. ഇനി ഈ കേസിൽ നമുക്ക് ബലൂണ് ഷ്രിങ്ക് ചെയ്ത് പോയി, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് മൊത്തത്തിൽ പിടിച്ചെടുക്കാനില്ല. ഞാൻ 3 എണ്ണം ഉണ്ടാക്കിയായിരുന്നു. ഒരു 3 എണ്ണത്തിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ എന്ന് ഓർത്തിട്ട്. ഇനിയിപ്പോൾ ഈ കേസിൽ നമുക്ക് ജസ്റ്റ് ഈ ബലൂൺ അങ്ങ് വലിച്ചെടുത്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ പോട്ട്. ഇതാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് വെക്കാൻ പോകുന്ന ചെടിക്ക് എത്രത്തോളം മണ്ണ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് ഒത്തിരി വേരൊക്കെ ഉണ്ടാകുന്ന ചെടിയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൂടുതൽ കവർ ചെയ്തെടുക്കണം. ഇപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് കവർ ചെയ്തെടുത്താൽ അത്രയും കൂടെ കൂടുതൽ നമുക്ക് മണ്ണ് അകത്തിടാൻ പറ്റും, അല്ലെങ്കിൽ വേരോടാനുള്ള സ്ഥലം കിട്ടും. ഇനിയിപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് പെയിന്റ് അടിക്കാം. നമ്മൾ ആ ബലൂൺ വെച്ച ആ ഒരു ഹോൾ ഉണ്ടല്ലോ ഇവിടെ, ഇതാണ് നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഹോള്. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ഫ്ലവർ പോട്ട്സ് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ പുതിയ ഐഡിയയുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോ.